ഈ മണ്ഡലത്തില് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പന്ന്യൻ രവീന്ദ്രൻ ജയിക്കും. ആണോ? എന്തുകൊണ്ട്? തീർച്ചയായിട്ടും. കാരണം ഒരു അഴിമതി മുക്തനാണ് അദ്ദേഹം, സാധാരണക്കാരനാണ്. ശശി തരൂർ അഴിമതി മുക്തനല്ലേ? രാജീവ് ചന്ദ്രശേഖരൻ അഴിമതി മുക്തനല്ലേ? വ്യക്തിപരമായി ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ കോൺഗ്രസിനെ വിജയിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം കോൺഗ്രസ് ഓരോ ദിവസം ചെല്ലും തോറും BJP-യിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. BJP-യിലേക്ക് മാറുമെന്നുള്ള ആശങ്ക പറഞ്ഞോ. ഞാനും നിങ്ങൾ നിൽക്കുന്ന ഈ മണ്ണ് കോവളം അസംബ്ലിയാണ്, തിരുവനന്തപുരം ജില്ലയുടെ കോവളം അസംബ്ലി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28,000 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് ശശി തരൂരിന് കൊടുത്ത മണ്ണാണ്. ഇത്തവണ 50,000 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് കോവളം മണ്ണ് ശശി തരൂരിന്റെ കൂടെ നിൽക്കും. എന്തുകൊണ്ട്? കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കരുതലായി, ഒരു കാവലായി ഈ മണ്ണിനെ കാത്തു സൂക്ഷിച്ചത് അനന്തപുരിയുടെ ശബ്ദം ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യൻ പാർലമെന്റിൽ ഗർജിച്ചത് ശശി തരൂരിന്റേതായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിച്ചത് ശശി തരൂരായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ഇലക്ഷന് 25,000 വോട്ട് ശശി തരൂരിന് ഭൂരിപക്ഷം കിട്ടി. ഈ കോവളം മണ്ണിൽ ശശി തരൂർ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഈ കഴിഞ്ഞ 14 ശേഷം എത്ര പ്രാവശ്യം ശശി തരൂർ ഈ കോവളം മണ്ണിൽ വന്നിട്ടുണ്ട്? ചോദ്യമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യമായി BJP പ്രതിനിധിയായിട്ടുള്ള വന്നിരിക്കുന്ന ആളുടെ ഒന്നാം NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ പ്രതിവർഷം 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10 വർഷം കൊണ്ട് 20 കോടി തൊഴിലവസരം സൃഷ്ടിക്കണം. ഈ യുവാക്കളെ ചതിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി സ്വകാര്യവൽക്കരണപ്പെട്ട് പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തുലച്ചതല്ലാതെ ആർക്കെങ്കിലും ജോലി കൊടുക്കാൻ കഴിഞ്ഞോ? ഒന്ന്, എനിക്ക് സമയം തരണം. 2, പെട്രോൾ ഡീസലിന്റെ വില നമ്മൾ അധികാരത്തിൽ വന്നാൽ അത് 50 രൂപയാക്കി 1 ലിറ്റർ പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞു. പാചകത്തിന്റെ വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതെന്ത് ചെയ്തു? അതെന്ത് ചെയ്തു? അതിനെക്കുറിച്ച് പറയുക. 3, നിങ്ങളിവിടെ സ്വിസ് ബാങ്കിൽ ഒരുപാട് പൈസ കൊണ്ട് കള്ളപ്പണം അവിടെ ഇട്ടിരിക്കണമെന്ന് പറഞ്ഞു. അതിലവിടെ പിടിച്ചെടുത്ത് ഒരു ഇന്ത്യൻ പൗരന്റെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ 15 പൈസ കൊടുത്തു. നിങ്ങളുടെ നാട്ടില് ഈ രാജ്യത്ത് വർഗീയതയല്ലാതെ വേറെ എന്തെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആളുകളെ പറഞ്ഞ് കവളിപ്പിക്കുന്നതല്ലാതെ ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിഞ്ഞ. 2, കോൺഗ്രസ് പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സമയം കുറവുകൊണ്ട് കുറച്ച് ചോദിക്കും. 15 വർഷക്കാലമായി നമ്മുടെ ശ്രീമാൻ ശശി തരൂര് ഒരു വിശ്വരൂപം എന്ന് അറിയപ്പെട്ട് ഇവിടെ വന്ന് 15 വർഷം കൊണ്ട് വിശ്വപൗരൻ എന്നറിയപ്പെട്ട് 15 വർഷം കൊണ്ട് MP ആയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വികസന ഫണ്ട് എന്ന 105 കോടി രൂപയിലേറെ ഉണ്ട്. ഈ 15 വർഷം 105 കോടി രൂപ ഉണ്ട്. 17 കോടിയുള്ളൂ. 17 കോടി വീതം. 17 കോടി മൊത്തം 5 കോടി. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു വികസനം നടത്താൻ കഴിഞ്ഞു? ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുന്നു. ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ BJP ആയി മാറും. ഇവിടെ ജയിക്കേണ്ട പാവപ്പെട്ടവനെ ശക്തം പാർലമെന്റിൽ മുഴങ്ങിക്കേക്കുന്നതിലേക്ക് വേണ്ടി നമ്മുടെ 18 എംപിമാർ UDF സംഭാവന ചെയ്തു. എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഇവിടെ ഇടതു ജനാധിപത്യ മുന്നണി MP-മാർ പാർലമെന്റിൽ പോയെങ്കിൽ മാത്രമേ പാർലമെന്റ് ശബ്ദമുയർത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പൗരത്വ ബില്ലിനെതിരായിട്ട് ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശശി തരൂര് വിജയിക്കാൻ പോകുന്നില്ല, BJP വിജയിക്കാൻ പോകുന്നില്ല. വിജയിക്കുന്ന സ്ഥാനാർത്ഥി സഖാവ് പന്ന്യൻ രവീന്ദ്രനാണ്. തിരുവനന്തപുരം പാർലമെന്റിൽ നിന്ന് വിജയിക്കാൻ. ഒടുവിൽ ഞാൻ വിജയിച്ചു, മൈക്ക് എനിക്ക് കിട്ടി.